ഹായ് ഹലോ. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാനൊരു കല്യാണ വിശേഷമായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. രണ്ടും കൂടെ റെഡി ആയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലേക്കാണ്. കല്യാണത്തിൻ്റെ കെട്ട് ഇവിടെയല്ല, കെട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണാർക്കാട് നിന്നും ഇളമ്പലാശ്ശേരിയാണ് കല്യാണം. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് വൈകും. എത്ര തിരക്കിട്ട് നമ്മൾ റെഡി ആയാലും ഇവിടെ എത്തുമ്പോഴത്തേക്കും വൈകും എന്നല്ല, വൈകി എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് വീട്ടിൽ മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണമല്ലോ, എന്നിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകിയതുകൊണ്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞ് വധുവരന്മാർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ എതിരേൽക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലി താലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പുലാപ്പറ്റക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ നേരെ എന്താ പറയുക, അമ്പലത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കെട്ടൊക്കെ കഴിഞ്ഞ് വധുവരന്മാരുടെ കൂടെയാണ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നേരത്തെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ അവരും ഓടി വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കല്യാണ വിശേഷത്തിലേക്ക് പോവുകയാണ്. ഹരിയൻ്റെ എൻ്റെയും കൂടെ ഇരിക്കുന്നത് തമ്പിയേട്ടനാണ്. അതായത് തമ്പിയേട്ടൻ എന്ന് വെച്ചാൽ ഹരിയൻ്റെ വലിയ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. തമ്പിയേട്ടനെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആളെ ഒന്നും കൂടെ പരിചയപ്പെടുന്നത്. ബാക്കി എല്ലാവരെയും പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഓരോ വീഡിയോയിൽ കണ്ട് അറിയാം. ചേച്ചിമാരും അനിയത്തിയമ്മമാരും ഒക്കെയാണ്. പിന്നെ ഏട്ടത്തിയമ്മയുടെ അനിയത്തി, അങ്ങനെ ഇവരെയൊക്കെ നിങ്ങൾ മറ്റു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ കല്യാണം തിരക്കാണോ തിരക്കില്ലയോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കില്ല. സദ്യയ്ക്ക് പായസം ഉണ്ടോ, അവിടെ പിന്നെ നമ്മൾ മറ്റൊന്നും നോക്കില്ല. നമ്മുടേതായ രീതിയിൽ തന്നെ നമ്മൾ പായസം കഴിച്ചിരിക്കും, ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ. അപ്പോൾ താലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. വധുവരന്മാരെ ആനയിച്ച് സ്റ്റേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, സൗണ്ട് കേട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. സൗണ്ട് വളരെ മോശമാണ്. കാരണം കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് തന്നെയല്ല ഞാൻ ഈ വിശപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, ആ സമയത്ത് തന്നെയല്ല ഞാൻ ഈ വിശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതായത് നമ്മുടെ അബ്രാറിൽ സ്കൂളിൽ KG കുരുന്നുകളുടെ ടൂറും പിന്നെ ഇനിയിപ്പോൾ ആനുവൽ ഡേ വരാൻ പോവുകയാണ്, എല്ലാത്തിൻ്റെയും കൂടെ തിരക്കാണ്. അപ്പോൾ എന്താ പറയുക, പാട്ടും ഡാൻസും ബഹളവും ടൂറിലെ പാട്ടും ഡാൻസും ബഹളവും എല്ലാം കൂടെ ആയിട്ടാണ് എൻ്റെ സൗണ്ട് കുറച്ച് മോശമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കല്യാണ വിശേഷം കുറച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കുറച്ച് വൈകിയത്. അപ്പോൾ നമ്മുടെ വധുവരന്മാരെ ആനയിച്ച് സ്റ്റേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഫാമിലി നമ്മുടെ പെൺകുട്ടിയുടെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ രാധ ചേച്ചിയുടെ, ഹരിയറിൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡ് മോഹനേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ് കേട്ടോ. മോഹനേട്ടൻ്റെ ജ്യേഷ്ഠനാണ് ആ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ അതായത് വരൻ്റെ ആൺകുട്ടിയുടെ പെങ്ങളും ഹസ്ബൻഡും കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ പാലും പഴവും കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ, ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പെൺകുട്ടിയുടെ ഫാമിലി, എന്താ പറയുക, ചെറിയമ്മമാർ വലിയമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മായിമാർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ അവർക്ക് പാലും പഴമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ രാധ ചേച്ചി, അതായത് ഹരിയറിൻ്റെ ഏറ്റവും ചെറിയ അനിയത്തി, ഈ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ്. അപ്പോൾ കല്യാണം അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ബഹളമൊക്കെ ഉള്ളൊരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ. പാലും പഴവും കൊടുക്കുന്നതിനിടയ്ക്ക് ആളവിടെ ചെറുതായിട്ട് എന്തോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പാവം പയ്യൻ്റെ മേത്തു കൂടെയൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ നല്ല തിരക്കുള്ള കല്യാണം ആയതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി വേറൊരു സ്ഥലം വരെ പോവേണ്ടത് ഉള്ളത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പന്തിക്കും മുന്നിൽ തന്നെയായിരുന്നു. ഹരിയേട്ടനും തമ്പിയേട്ടനും കൂടെ വേഗം സദ്യ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അവരുടെ പുറകെ ഞാനും വെച്ച് പിടിച്ചു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എനിക്കും ഇരിക്കാൻ സാധിച്ചു കേട്ടോ. പിന്നെ ചേച്ചിമാരും പുലാപ്പറ്റക്കാരില്ലേ, അവർ നേരെ അപ്പുറത്തെ ഡോറിലൂടെ കയറിയിട്ടുണ്ട്, അവരും കയറിയിട്ടുണ്ട്. ഇത് പിന്നെ രാഹുലാണ് പപ്പടം വിളമ്പിയിരുന്നത്. ഇതാണ് മോഹനേട്ടൻ, അതായത് കല്യാണ പെൺകുട്ടിയുടെ ചെറിയച്ഛൻ, രാധ ചേച്ചിയുടെ ഹസ്ബൻഡ്. മോഹനേട്ടൻ ഇന്ന് തീരെ വയ്യ കേട്ടോ, തലവേദനയ്ക്കായിരുന്നു ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്ത് തിരക്കാണെങ്കിലും വേണ്ടില്ല, ആര് കാണുന്നില്ലേ എന്നുള്ളതൊന്നും നമുക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. പായസം കിട്ടിയ
പിന്നെ നമ്മുടെ പതിവ് ഇതാണ് അല്ലേ. നമ്മുടെ മുൻ വീഡിയോ, അതായത് പിറന്നാൾ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, പായസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരക്കാണെന്നൊന്നും നോക്കില്ല. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ കഴിച്ചിട്ടേ നമ്മൾ അവിടെ നിന്ന് എണീക്കുള്ളൂ. ഫുഡ് കഴിച്ചിട്ടില്ല, മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ പായസം ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ആ പായസം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഫുഡ് മാറ്റി വെച്ചിരുന്നത്. ഇതാ നമ്മുടെ കല്യാണ പെൺകുട്ടിയുടെ ജ്യേഷ്ഠനാണ് കേട്ടോ. ഇതാ ഒരു കുട്ടിക്കുറുമ്പി അടുത്തുണ്ട്. എങ്ങനെയാ? അതെയോ? ശരി. എനിക്ക് ഇഷ്ടമില്ല പറയും. എന്നിട്ട് കഴിഞ്ഞ പടി എടുക്ക്. എനിക്ക് വെളിച്ചം എന്താണ്? എവിടെയാ? അതാ പോണു. ആ ചോദിച്ചു നോക്കട്ടെ, ഉണ്ടാവും. ചോദിച്ചു. ആ വലിയടുത്തിയമ്മ പോവാ? നിങ്ങൾ പോവാ? ആരാതെ കയ്യോടെ പിടിക്കട്ടെ. എൻ്റെ കുട്ടിയാ ദൈവമേ, എൻ്റെ കുട്ടിയാ ഈശ്വര ചോദിച്ച് കയ്യോടെ പിടിക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയാ? അതിനെ ഞാൻ പറയണേ എന്തൊക്കെയാ? അതെയോ? ഇവിടെ എങ്ങനെയാ? അടുത്ത വീടാ? ഓക്കെ. മക്കളെ ആരാ മനസ്സിലായോ? ഇല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്താ ആരാന്നൊന്ന് പറഞ്ഞു കൊടുത്താ. വേണ്ടായിരുന്നില്ല. ഇതിലെന്നെ ഇരുന്നിട്ടുണ്ട് ഞങ്ങള്. ആയിക്കോട്ടെ. എല്ലാവരും കുടുംബമാണ് അല്ലേ? അതിനല്ലേ ഇപ്പൊ ഉഷാറായല്ലോ. ആദ്യം ഫോട്ടോ എടുക്കണ്ട പറഞ്ഞു, യൂട്യൂബാ പറഞ്ഞപ്പോ അവള് വേഗം. ഇവിടുത്തെ അല്ലല്ലോ ഒരിട, ഇവരുടെ അല്ലല്ലോ. ഇത് പുഞ്ചപ്പാടം പയ്യന്റെ ഫാമിലി, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിരിക്കും. അതിനൊക്കെ പ്രസാദേട്ടനെ കണ്ടുപിടിക്കണം. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെ? ഫുഡിൻ്റെ എവിടെയാ? വിളമ്പണ കൂട്ടത്തിലുണ്ടായിരുന്നോ? വിളമ്പണ അതാരാ? ആ ശരി. നടക്കില്ല. ഇതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിതാണ്.
ആരെ വരേട്ടാ? അപ്പോൾ അങ്ങനെ എന്തായാലും കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാനും ഹരിയേട്ടനും ചേച്ചിയെടുത്ത് ബായിയൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവരോടൊക്കെ ബായി പറഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു തിരക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെല്ലെ ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിയാണ് ഇവരെയും കൂടെ കണ്ടു. അപ്പോൾ എന്തായാലും അവരോടും കൂടെ ഒന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മളങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വിശേഷമായിട്ട് പുതിയൊരു വീഡിയോ ആയി പുതിയൊരു ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവരോടും ബൈ.